ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ റെഡ് ലേഡി പപ്പായ ഒന്ന് പരിപാലിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മൾ ഏകദേശം ഒരു 1.5 മാസത്തോളമായി നമ്മൾ റെഡ് ലേഡി പപ്പായ തൈകൾ നട്ടിട്ട് അപ്പോൾ അതിൻ്റെ കടയൊന്ന് വൃത്തിയാക്കി കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള പപ്പായയിൽ കുറച്ചധികം പപ്പായകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറക്കി വേണം. നമുക്കൊന്ന് കണ്ടാലോ? വായോ. ഈ കാണുന്നതാട്ടാ നമ്മുടെ റെഡ് ലേഡി പപ്പായ തൈകള്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ടുണ്ട് ഇതൊക്കെ നട്ടിട്ട്. ഇപ്പോൾ ഇത്രയും വലിപ്പം എത്തിയിട്ടുണ്ട്. പിന്നെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി നമ്മുടെ വേരിൻ്റെ അവിടെ ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയിട്ടിപ്പോൾ കണ്ട എല്ലാത്തിനും പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് ഏതാ പൂവിട്ട് നിൽക്കുന്നത്? എല്ലാത്തുമേ നിൽക്കുന്നുണ്ട് കേട്ടോ, പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-3.5 മാസത്തോളം ആകുമ്പോഴേക്കും ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നതാണ് പറയണേ. ഇതേ നല്ല മഴ പെയ്തു തുടങ്ങി. നമ്മൾ മഴ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് വന്നതാണ്. നല്ല വെളിച്ചമുണ്ട്, പക്ഷെ എന്നാൽ അതുപോലെ മഴയുണ്ട്, വെയിലും മഴയുണ്ട്. കടയൊന്ന് നമ്മൾ പുല്ലൊക്കെ ഒന്ന് ചെത്തിന്ന് വൃത്തിയാക്കിയപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. 2 വൃത്തിയാക്കി കഴിഞ്ഞു നമ്മൾ. ഇനി അടുത്ത മഴ വരുമ്പോഴേക്കും പണികൾ വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിവാൾ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്. അരിവാൾ എടുത്തിട്ട് ഞാൻ ഒരു പപ്പായയുടെ ചുറ്റുമുള്ള പുല്ലൊക്കെ ഒന്ന് വീശി കളഞ്ഞു. നമ്മുടെ പരിപാലനക്കുറവ് നന്നായി കാണാനുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പുല്ലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് അരിവാളാണ്. അപ്പോൾ അരിവാൾ വെച്ചിട്ട് ഞാൻ നന്നായി വീശാൻ തുടങ്ങിയിട്ടോ. നമ്മുടെ നാടൻ പപ്പായ തൈകൾ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല, നമ്മുടെ റെഡ് ലേഡി പപ്പായ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് തന്നെ ഈ ഫംഗസ് രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് മാത്രമല്ല, വെള്ളം ഇതിൻ്റെ സാധാരണ പപ്പായ തൈകൾ പോലെ തന്നെ ഇതിൻ്റെ തടത്തിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം നമ്മൾ ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ, ഇത് പപ്പായ എന്നല്ല ഏത് തരം ചെടികളാണെന്നുണ്ടെങ്കിലും തൈകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തടത്തിൽ അങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ടോ എന്നാണ്. കാരണം വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്യാദി സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേഗം തന്നെ വന്നത് ഇതൊന്ന് വൃത്തിയാക്കാനായിട്ട്. അരിവാൾ വെച്ച് വീശി കഴിഞ്ഞപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ പുല്ല് പറിച്ചു തുടങ്ങി. കാരണം അതിൻ്റെ തടത്തിൽ അത്യാവശ്യം ഇങ്ങനെ കുറച്ച് പുല്ലുകൾ നിൽക്കുന്നുണ്ടായിരുന്നു, നമുക്ക് കൈകൊണ്ട് പറിച്ച് കളയാവുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു. അപ്പം ഞാനിത് വേഗം ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ പിന്നെ കൈക്കോട്ടുകൊണ്ടൊന്ന് മണ്ണ് തട്ടിട്ട് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അടുത്തേക്ക് പോയിട്ടാണ്. അതിൻ്റെ ചുറ്റുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പപ്പായ തൈ ഒന്ന് മുകളിലേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വടിയൊക്കെ എടുത്ത് കളഞ്ഞു. ഈ സമയത്ത് നമ്മുടെ പറമ്പിൽ നന്നായിട്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും. അത് കാരണമാണ് നമ്മൾ ഒന്ന് പുകച്ചേക്കുന്നത്. കാരണം കൊച്ചിനും കൂടി കൊണ്ടുവന്ന കാരണം കൊതുക് ശല്യം കൂടാൻ പാടില്ലല്ലോ. കൊതുക് കടിക്കേണ്ടതെന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പുകച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ കുന്തിരിക്കം പുകച്ചേക്കുന്നതാണ്, വേറെ ഒന്നുമല്ല അത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളം ഇടുന്ന സമയത്താണ്. വളം ഇടുന്ന സമയത്ത് നമ്മൾ തണ്ടിനോട് ചേർത്ത് ഒരിക്കലും വളം ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തണ്ട് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അത് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടതാണ്. പപ്പായയുടെ കടതയെ നമ്മൾ ഓരോന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരെണ്ണത്തിൻ്റെ കൂടിയും വൃത്തിയാക്കാനുണ്ട്, 1-2 എണ്ണത്തിൻ്റെ. അപ്പോൾ ചേട്ടനോട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പപ്പായ പൊട്ടിക്ക് വേണ്ട. അപ്പോൾ ഏകദേശം ഒരു പഴുക്കാറായ 2-3 പപ്പായ ഉണ്ട്. അത് 2 എണ്ണം പറിക്കാമെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യണ കാരണം കുടയൊക്കെ കൊണ്ടാണ് വന്നേക്കണം. ഞങ്ങൾ പോവാം, നടക്ക്. നമ്മൾ പറമ്പിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ള പപ്പായ ഉണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അത് ഇന്ന് പൊട്ടിച്ചതല്ല, നമ്മൾ ഇന്നലെ വൈകിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കഴുകിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കുത്തി വയ്ക്കും അതിൻ്റെ പശ പോകാനായിട്ട്. അപ്പോൾ പശയൊക്കെ പോയിട്ട് ചെത്താൻ പാകമായിട്ടിരിക്കുന്ന പപ്പായയാണ്. നമുക്കൊന്ന് ചെത്തി നോക്കാം.
നന്നായി പഴുത്തിട്ടില്ലേ, നമുക്കിങ്ങനെ കടിച്ച് കടിച്ച് തിന്നാവുന്ന ഒരു പാകമാണ്. അതിൻ്റെ തൊലി നമുക്ക് ഫസ്റ്റ് ചെത്തി കളയാം. മഴയായ കാരണം കുറേയൊക്കെ ഇങ്ങനെ കിളിയൊക്കെ കൊത്തി താഴത്തൊക്കെ വീണ് കുറേ പോയായിരുന്നു കേട്ടോ. നമുക്ക് പറമ്പിലോട്ടേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മഴ കാരണം. നമ്മുടെ വീടിനോട് ചേർന്നിട്ടല്ല നമ്മുടെ പറമ്പ് നിൽക്കണേ. വീട് കഴിഞ്ഞിട്ട് കുറച്ച് പോകണം, കുറച്ച് തൊട്ടപ്പുറത്ത് തറവാടുണ്ട്. തറവാട് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ നോട്ടെത്തത്തില്ല. അപ്പോൾ ഇങ്ങനെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറമ്പിലോട്ട് പോയാലാണ് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോയി നോക്കുന്നത് അത്രയ്ക്ക് എളുപ്പമല്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ കിളിയൊക്കെ കൊണ്ടുപോകും, കുറേയൊക്കെ ചീഞ്ഞ് പോയിട്ടൊക്കെ അത് നമ്മൾ കാണാം. കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടാ. ചിലത് മുറിക്കുമ്പോൾ അധികം അങ്ങനെ കുരുവൊന്നും കണ്ടിട്ടില്ല, കുറച്ച് കുരുവുള്ളൂ കേട്ടോ അതിന്. ഇപ്പം പപ്പായൊക്കെ റെഡി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ നല്ല രസമാണ്. ഇത് നമ്മൾ എപ്പോഴും പറയാം, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം എന്നാണ് പറയുക. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. അയ്യോ, നന്നായി പഴുപ്പുണ്ട് ഇതിന്, അതുകൊണ്ട് പെട്ടെന്ന് പോയാൽ കുഴപ്പമില്ല. എന്നാൽ നമുക്ക് കഴിക്കാം. അതുകൊണ്ട് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. China trong